നമസ്കാരം. ഇന്ന് ഞാനൊരു പാട്ടുകാരനായ അല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാലും ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ പാടിയെന്നിരിക്കും. ഒരു ഉഗ്രൻ മട്ടൻ കറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പോവാം. മട്ടൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടൊരു മട്ടൻ കറി. ഞാനിത് അമേരിക്കയിൽ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് ഹ്യൂസ്റ്റണിലൊക്കെ പോയിട്ട് ഒരുപാട് വീട്ടിലൊക്കെ ഞാൻ പോയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ ഈ നമ്മുടെ മട്ടൻ കറി വെച്ചു. ഇതിൻ്റെ ഒരു ഗുണം, ഇതിന് ഒരു മസാലയും ഞാൻ ചേർക്കുന്നില്ല. മസാലയില്ല, അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടുകളുണ്ടല്ലോ, എന്താണ്, ചുമന്ന മുളകില്ല, പിന്നീട് മഞ്ഞപ്പൊടിയില്ല. അങ്ങനെ നിങ്ങൾ ഈ ഒരു ഇതിന് വേണ്ടി ചേർക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഇതിനു വേണ്ടി ചേർക്കുന്നേ ഇല്ല. ഈ കൂട്ടാന്, അതായത് ഈ മട്ടൻ കറിക്ക് വേണ്ടി ചേർക്കുന്നില്ല. ഒള്ളി നമ്മുടെ എന്താണ് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് മാത്രം ചേർത്തിട്ട് നല്ല ഒരു അസാധ്യമായിട്ടുള്ളൊരു ഹെൽത്തി മട്ടൻ കറിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. പാട്ടറിയാവുന്നവരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കൂടിയിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ലോകമെമ്പാടുമുള്ള എന്നെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് വേണ്ടി ഇതാ ഒരു അടിപൊളി മട്ടൻ കറി ഞാൻ ഉണ്ടാക്കുകയാണ്. നമുക്ക് തുടങ്ങാം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളി, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളി, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. അപ്പോൾ ഓക്കെ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ആദ്യം നമുക്ക് വേണ്ടത് നല്ല 1ാം ക്ലാസ് മട്ടൻ, അതായത് നല്ല ഫ്രഷ് മട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞ് വാങ്ങിച്ച 1 കിലോ മട്ടൻ. പിന്നീട് കരിവേപ്പില. ഇത് ഇപ്പം നേരത്തെ ഞാൻ ആദ്യത്തെ നിങ്ങൾ ഷോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, എൻ്റെ ഗാർഡനായിരുന്നു. ആ ഗാർഡനിൽ നിന്ന് പറിച്ചതാണ്ട നല്ല ഫ്രഷ് കരിവേപ്പില, നല്ല ഉഗ്രൻ. പിന്നീട് വേണ്ടത് നല്ല എരിവുള്ള പച്ചമുളക്, അതായത് നല്ല എരിവ് വേണം. എരിവില്ലാത്ത പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് ടേസ്റ്റ് വരത്തില്ല. ഇതിൻ്റെ എരിവ് മാത്രമാണ് ഈ മട്ടൻ്റെ വിജയം. പിന്നെ വേണ്ടത് ഇതാണ്, അതായത് ഉരുളക്കിഴങ്ങ് ഏകദേശം ചെറിയ ഈ കനത്തിൽ വെച്ച് ഒരു 2 ഉരുളക്കിഴങ്ങ്, ഇത്രയും ഉരുളക്കിഴങ്ങ്, ഒരു 2 ഉരുളക്കിഴങ്ങ് വന്നു കഴിഞ്ഞാൽ അത് സൈസ് വലിയ എടുക്കാതെ ഒരു മീഡിയം സൈസിൻ്റെ ഉരുളക്കിഴങ്ങ് ഇത്ര. ഇനി അടുത്ത് വരേണ്ടത് ക്യാരറ്റും അതേ സൈസിനരിഞ്ഞ ക്യാരറ്റ് നല്ല രീതിയിൽ കട്ട് ചെയ്യും. ഇതിൻ്റെ കട്ടിങ്ങൊക്കെ സൂപ്പറായിരിക്കണം. പിന്നെ വേണ്ടത് പയർ, ഈ നീളത്തിൽ അരിഞ്ഞ നല്ല ക്ലീൻ, നല്ല ഫ്രഷ് പയർ, നല്ല കരിമ്പം പയർ. പിന്നീട് വേണ്ടത് ഉള്ളി. ഇതൊരു 2.5 ഉള്ളി, 3 ഉള്ളിയുടെ താഴെ കാണും. ഇത് 1 കിലോ മട്ടനാണ്, അപ്പോൾ ഒരു 2.5 ഉള്ളി കാണും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് പിന്നീട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഞാനിപ്പം മിക്സിയിൽ അടിച്ചു. കാരണം അതിനി പിന്നെ വീണ്ടും കാണിക്കേണ്ട കാര്യമില്ല, ഇത് കുക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 10-15 വെളുത്തുള്ളിയും ഒരു ചെറിയ ഇത്രയും തുണ്ട് ഇഞ്ചി ചേർത്ത് ഞാൻ അടിച്ചു. ഇതെല്ലാവർക്കും അറിയാം, ഉപ്പ്. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് വേണ്ട മെയിൻ സംഭവം നല്ലൊരു പ്രഷർ കുക്കർ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒന്നുമില്ല, എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, വെളിച്ചെണ്ണയോ ഒരു എണ്ണയോ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് ഞാൻ വയ്ക്കുന്നു. അതിനുശേഷം ഞാൻ മട്ടൻ എടുക്കുന്നു. മട്ടൻ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് ഈ മട്ടൻ ഇതിനകത്തോട്ട് ഇടും. വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു വലിയ കുറേ നേരം ഒന്നും വേണ്ടതില്ല. മട്ടൻ നല്ല അടിപൊളിയായിട്ട് പിഴിഞ്ഞ് വെള്ളം ഇല്ലാതെ മട്ടൻ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് അങ്ങനെ ഈ മട്ടൻ ഇട്ടു. ഇനി അടുത്തത് നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി, വെറുതെ ഇട്ട് കൊടുക്കാൻ മതി. സിമ്പിളാണ്, പണി വളരെ സിമ്പിളാണ് കേട്ടോ.
അതിനുശേഷം ഈ പയർ ഇതിടുക. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് വെജിറ്റേറിയൻ മട്ടൻ കറിയാണ്, പക്ഷേ ഒരു 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 രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ മട്ടൻ കറിയാണ്. ഇനി നമ്മുടെ ക്യാരറ്റ് ഇടും. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് കഷ്ണം ഇടും. ഇനി എൻ്റെ പൂന്തോട്ടത്തിൽ കാഴ്ച ഏതാണ്? കരിവേപ്പില. ഓഹാ, എന്തൊരു മണം എൻ്റെ ഭഗവാനെ! ശരിക്കും നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ കരിവേപ്പിലൊക്കെ പോയിട്ട് ഈ നല്ല കുറച്ച് കരിവേപ്പിലൊക്കെ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് എന്താ സ്മെല്ല് കിട്ടല്ലോ. ഇനി ഇതുപോലത്തെ ഒരു തടി ഇത് പിന്നെ ഇളക്കാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്കിതിനെ ഇടിച്ച് ചതക്കണം ഇതിനകത്തിട്ട്. അത് ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ്, അത് എനിക്ക് എത്ര ആണ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച്, അതായത് അതിൻ്റെ ഒരു പാകമുണ്ട്, അതിനൊരു ആ രീതിയിൽ ഒരു കുറച്ച് ഉപ്പ് അത് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം, കുഴപ്പമില്ല. ഉപ്പിട്ടിട്ട് ഇതിനെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ ചേർക്കാം. ഈ മട്ടൻ ഇങ്ങനെ ഇളക്കി, ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ഇതിനിങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് ഇതിനെ കുറച്ച് ഇങ്ങനെ ഇടിക്കാം. ഇതിനിങ്ങനെ ഒരു ശകലമേ അടിച്ചുള്ളൂ. ഇനിയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട 2 ഐറ്റം ഇടേണ്ടത്. ഒന്ന് പച്ചമുളക്. ഇത് നല്ല എരിവുള്ളതായതുകൊണ്ട് എരിവ് കൂടുകയരുത്, എരിവ് കുറയുകയരുത്. അതുകൊണ്ട് കുറച്ചിട്ട് നോക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെച്ചിരുന്ന ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചതച്ചാണ് അല്ലാതെ വാങ്ങിച്ചതല്ല, അതും ഒരു പാകത്തിന് ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടിപ്പോവാതെയും കുറഞ്ഞു പോവാതെയും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ മെയിൻ ഐറ്റമാണ്. അതിനെ ഇതിനകത്തിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ചതയ്ക്കും. നല്ല രീതിയിൽ ചതയ്ക്കണം. അടിപൊളിയായിട്ട് മട്ടനും നമ്മുടെ മുളകും ഇതും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു നല്ല മുളകൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ചേരണം. എന്നാലേ ഇപ്പം തന്നെ നമ്മുടെ മട്ടൻ്റെ കൂടെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം എന്തായാലും ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ലല്ലോ, കുറച്ച് പച്ചവെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ചതച്ച് നാടി. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനകത്ത് മസാലപ്പൊടി അങ്ങനെ മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായം അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം നമ്മുടെ നാടൻ സാധനങ്ങൾ മാത്രം, പച്ചക്കറികൾ മാത്രം ചേർത്തിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മാക്സിമം ഇടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിനെ ഇങ്ങനെ ഒന്ന് തുറന്നു തന്നെ, അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. അതായത് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് അതിനെ ഈ മുളകും ഉപ്പും ഇഞ്ചിയും അതെല്ലാം ഒന്ന് ആ മട്ടനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഏകദേശം നമ്മളിപ്പം ഇത് കത്തിച്ച് കഴിഞ്ഞാൽ 6 വിസിൽ വരെ പോകും. അതായത് ഞാൻ ചില ഇളം മട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിൽ കഴിഞ്ഞ് എടുത്തു നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 2 വിസിൽ വയ്ക്കാം. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളും എന്നെക്കാട്ടിൽ കൂടുതൽ അറിയാവുന്നവരാണ് ഈ കാണുന്ന അമ്മമാരും പെങ്ങന്മാരും പ്രേക്ഷകരും. എല്ലാവർക്കും എന്നെക്കാട്ടി എല്ലാ കാര്യവും അറിയാം. അപ്പം നമുക്ക് എൻ്റെ ഭാര്യ ലേഖയെ, അതായത് അനിയെന്നും വിളിക്കും, ലേഖയെന്നും വിളിക്കും. ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിക്കുന്നു, വരും. അത് നിങ്ങൾ മാത്രം അങ്ങ് ഞങ്ങളില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഭാര്യ ഇല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിന് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയത്തില്ലേ. അപ്പം അത് വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരു മട്ടൻ കറി
ഉണ്ടാക്കി കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോകണം. അത് നടക്കില്ല. അത് ഒരിക്കലും നടക്കില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വിളമ്പി തന്ന് നിന്നെ ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നിനക്ക് അതിൻ്റെ രുചി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പതുക്കെ എൻ്റെ റൂമിലോട്ട് പോയിട്ട് പാട്ടുകളൊക്കെ നോക്കും. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പാട്ട് പാടണം എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ വരത്തുള്ളൂ. അപ്പം എന്നെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക്, ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴത്തേക്ക്, അന്ന് ചിത്രം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. അന്ന് ഏതായാലും സമയമുണ്ട്, 6 വിസിൽ വരണം. അപ്പോൾ അന്ന് ഇവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാനിന്ന് എടുത്തു വച്ചേ എൻ്റെ വെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാനിന്ന് എടുത്തു വച്ചേ എൻ്റെ വെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. ഓക്കെ, ഒരു താങ്ക്സ് എങ്കിലും പറയുന്നു. പിന്നെ അടുത്തൊരു പാട്ട് ഇഷ്ടപ്പെട്ടാണ് ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി 2 പാട്ട് പാടി. ഞാൻ ആദ്യം മട്ടൻ കറിക്ക് വേണ്ടി ഒരു പാട്ട് പാടി. ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി 2 പാട്ട് പാടി അയച്ചു തരണം. അപ്പൊ എന്തായാലും നമുക്ക് 6 വിസിൽ വരുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ട്. അതിനിടയിൽ ഒരു സ്വകാര്യം കൂടെ പറഞ്ഞുതരാം. ഷീ ഈസ് എ ഫാന്റാസ്റ്റിക് കുക്ക്. അതായത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ എറണാകുളത്ത് സ്ഥിരമായിട്ട് ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗറിൽ ഉള്ളപ്പോൾ എറണാകുളത്താണുള്ളത്. അവിടെ ഈ ഫ്രഷായിട്ട് വരുന്ന മീൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ ആ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഫ്രൈ ആണ്. അടിപൊളി ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനുണ്ട്. ആ മീനിൻ്റെ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ ഒരു ഒറ്റ ചെമ്പല്ലി മതി. പിന്നെ നമുക്ക് റൈസും വേണ്ട, ചപ്പാത്തിയും വേണ്ട, ഒന്നും വേണ്ട. ആ ഫിഷ് മാത്രം കഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു ജ്യൂസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചിക്കൻ കറി വെച്ചാലും ഫിഷ് കറി വെച്ചാലും. പിന്നെ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് നല്ല മാങ്ങ കൊണ്ട് തന്നു, നല്ല പഴമാങ്ങ, നാടൻ മാങ്ങ. അതുകൊണ്ട് മാങ്ങ പുളിശ്ശേരി വെച്ചു. അയ്യോ എൻ്റെ അമ്മേ, അത് പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള മാങ്ങ പുളിശ്ശേരി ചിന്തിക്കാനേ പറ്റില്ല. ഇനി അത് മാത്രം മതി. അത് ഇട്ടങ്ങോട്ട് കുഴയ്ക്കുക, കുഴച്ചിട്ട് നല്ല ഉരുളയായിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എരിയും. ആഹാ, നമുക്ക് എന്തിനാണ് നമുക്ക് ഈ നോൺ വെജിറ്റേറിയൻ തോന്നും. അതുപോലെ സൂപ്പർ കുക്ക്. പറയാതെ ഞാനിത് നിർത്തിക്കൊണ്ട് അങ്ങോട്ട് പൊക്കി വിടുന്നതൊന്നും അല്ല, അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയ ആളാകാൻ വേണ്ടിയൊന്നുമല്ല. അടിപൊളി കുക്കാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് സംശയമില്ലാത്ത കാര്യം. നിർത്തിയിട്ട് ആ ആവി തന്നെ ഞാനൊരു 10-15 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് ഇത് ലൂസായി. നമ്മളിങ്ങനെ പൊക്കി നോക്കുമ്പോഴത്തേക്ക് ആവി ഇല്ലാതെ ഈ സംഭവം നമ്മളങ്ങ് തുറന്നു വന്നപ്പോൾ മട്ടൻ കറി ഇങ്ങനത്തെ ഒരു ഇതിലാണ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, തേങ്ങാപ്പാൽ. ഇവിടെ ആ തേങ്ങാപ്പാൽ ഇതിനകത്ത് കുറച്ച് നല്ല ശുദ്ധമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. മതി, ഇത്രയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കുക. അപ്പം ഞാനിത് നമ്മുടെ കുക്കറിൽ നിന്ന് ഇത് ഒന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് വേഗം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉരുളിയിലോട്ട് ഇത് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് മട്ടൻ എടുത്ത് കൊടുക്കുകയാണ്. കാരണം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണേ നല്ലതെന്ന് പറയാം, ചീത്തയാണേ ചീത്തയാണെന്ന് പറയാം. എനിക്കൊന്നും അറിയില്ല. നല്ലതാണേ നല്ലത്, ചീത്തയാണേ ചീത്ത. സൂപ്പർ മട്ടൻ കറി. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇത്രയും നേരം നിന്ന് നല്ല അസലായിട്ടുള്ളൊരു മട്ടൻ കറി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അല്ലേ?
അപ്പോൾ ഒരു വല്ലപ്പോഴും ഒക്കെ എൻ്റെ പാട്ട് നീ ഏതെങ്കിലും നല്ലൊരു പാട്ട് വരുമ്പോഴത്തേക്ക് നീ ഒന്ന് പോയി പാടി തന്നാൽ മതി, ഞാൻ അടുക്കളയിൽ കയറിക്കൊള്ളാം. ഇപ്പൊ എല്ലാരും പാടുന്ന കാലഘട്ടമാണ്. അയ്യോ രക്ഷിക്കണേ ഭഗവാനെ, അടുക്കളയിലാക്കി കളയല്ലേ. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി മസാലകളും ഒരു അങ്ങനത്തെ ഒന്നുമില്ലാത്ത വെറും പച്ചക്കറികൾ മാത്രം ചേർത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു മട്ടൻ കറി ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു. നിങ്ങൾ ഇതെല്ലാവരും വീട്ടിൽ പരീക്ഷിക്കണം. തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് പ്ലീസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് MG's മട്ടൻ കറി.